ഹലോ. അപ്പോൾ നമ്മളിതാ ഇവിടെ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങയാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് കത്തി കൊണ്ട് ചെത്തിക്കളഞ്ഞതിന് ശേഷം ഇതാ കത്തി കൊണ്ട് ഒരു ഭാഗം കൊണ്ട് അടർത്തിയതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ഇതാ ചീന്തി എടുക്കുകയാണ്. അപ്പോൾ ഈ മാങ്ങയൊക്കെ നമുക്കിതാ കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ചീന്തി എടുത്ത് റെഡിയാക്കി വെക്കണം. അപ്പോൾ നമ്മളിതാ 6 മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. 6 7 8 ആവാം. നിങ്ങളെ കയ്യിൽ എത്രയാണ് ഉള്ളത് വെച്ചാൽ അതിനനുസരിച്ചാവാം. അപ്പോൾ അതാ നമ്മളൊരു മൺചട്ടി എടുത്ത് വെച്ചിട്ട് അതിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളക് എടുത്തിട്ട് കീറിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് 1 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് മൂടി വെച്ച് ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ മാങ്ങ ഒന്ന് വേവട്ടെ. വെന്തതിന് ശേഷം അതിലേക്കുള്ള അരപ്പ് നമുക്ക് ശരിയാക്കണം. അപ്പോൾ ഞാൻ 1 മുറി തേങ്ങയാണ് ചിരവി എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അത് 2 ഇല്ലി വെളുത്തുള്ളി തൊലിച്ച് അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 6 കുഞ്ഞുള്ളി എടുത്തിട്ട് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് ചെറിയ ജീരകമാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത്. അതും ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായത് തൈരാണ്. നല്ല കട്ട തൈരാണ് നമ്മളെ കയ്യിലുള്ളത്. കൂടുതൽ പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഞാൻ 1 സ്പൂൺ വെച്ചിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ തേങ്ങ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ മാങ്ങയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് അരപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് കുറേ സമയം കത്തി തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്നിങ്ങോട്ട് തിളതേണ്ട ഈ കുമിള ഒന്നിങ്ങനെ വന്നാൽ മതി. അപ്പോൾ നമുക്ക് മാങ്ങ വെക്കാം. കൂടുതൽ തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. കൂടുതൽ പുളിയില്ലാത്ത തൈരാണെങ്കിൽ വല്ലാതെ പിരിഞ്ഞു പോകുന്നില്ല. എൻ്റെ തൈര് പുളിയില്ലാത്തത് ആയതുകൊണ്ട് പിരിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിതാ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം നമ്മളൊരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായത് വേപ്പിൻ്റെ ഇലയാണ്. വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് ഇതാ വറവ് ശരിയായിട്ടിട്ട് ഇനി നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വറുത്ത് വന്നതിന് ശേഷം കൂട്ടാനിക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ വറവ് ശരിയായിട്ടുണ്ട്. ഇനി നമ്മളിതാ വെന്ത മാങ്ങ കൂട്ടുക്കിതാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല കട്ടിയിലായിട്ടും ഉപയോഗിക്കും. കൂടുതൽ കട്ടില്ലാതെയും മാമ്പഴ പുളിശ്ശേരി ഉപയോഗിക്കും കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ നമുക്ക് ഉണ്ടാക്കാം. എനിക്ക് മാമ്പഴ പുളിശ്ശേരി കുറച്ച് കട്ടിയിലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് കട്ടിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മധുരവും പുളിയും ഒക്കെ ഉള്ള മാങ്ങ ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. മധുരമില്ലാത്ത മാങ്ങയാണെങ്കിൽ നമുക്ക് ശർക്കരപ്പൊട്ടോ പഞ്ചസാര എന്തെങ്കിലും ഉപയോഗിക്കാം. എൻ്റെ മാങ്ങക്ക് നല്ല മധുരം ഉണ്ടായത് കൊണ്ട് ഞാൻ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ മാമ്പഴ പുളിശ്ശേരിയും എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ് കൂടെ ചെയ്ത് കാണണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മളെ മാമ്പഴ പുളിശ്ശേരി റെഡി. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. ഈ മൺചട്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ 8-10 ദിവസം ഈ ചട്ടി മാറ്റാതെ ഇതിൽ തന്നെ വെച്ചാൽ നല്ല ടേസ്റ്റ് കൂടി വരും. നല്ല ടേസ്റ്റോടു കൂടിയുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി.